ലോങ് കോവിഡ് പ്രാരംഭ അണുബാധയ്ക്ക് ശേഷവും ലക്ഷണങ്ങൾ തുടരുന്ന ഒരു അവസ്ഥയാണ് ലോങ് കോവിഡ് എന്ന് പറയുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ഈ ഒരു അവസ്ഥ ബാധിച്ചേക്കാം. എന്നാൽ കൊച്ചുകുട്ടികളിൽ ഈ നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും മുതിർന്നവരിൽ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും വ്യാപിക്കുകയാണ്. രാജ്യത്തെ കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയുമാണ്. കോവിഡ് അണുബാധ സാധാരണമായി ഏതാനും ദിവസങ്ങൾ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചില ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ദീർഘകാലം നിലനിൽക്കാം. COVID-19 രോഗം ഭേദമായതിനു ശേഷവും ആഴ്ചകളോ മാസങ്ങളോ നിലനിൽക്കുന്ന ലക്ഷണങ്ങളുള്ള അവസ്ഥയാണ് ലോങ് കോവിഡ്. മുതിർന്നവരിൽ ഇത് പലപ്പോഴും ക്ഷീണവും ബ്രെയിൻ ഫോഗ്, അതായത് തലച്ചോറിലെ മന്ദതയുമായി അനുഭവപ്പെടുമ്പോൾ കുട്ടികളിൽ ഇതിന്റെ പ്രകടനം അല്പം സങ്കീർണമാണ്. ജാമ പീഡിയാട്രിക്സ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കുട്ടികളിലെ ലോങ് കോവിഡിനെ കുറിച്ച് വിശദമായി പരിശോധിക്കുന്നു. കുട്ടികളുടെ പ്രായമനുസരിച്ച് ലക്ഷണങ്ങളിൽ വ്യത്യാസങ്ങളും ഇത് കണ്ടെത്തി. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ലോങ് കോവിഡ് ലക്ഷണങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, വരണ്ട ചുമ, മൂക്കടപ്പ്, അസ്വസ്ഥത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി കാണപ്പെടുകയാണെങ്കിൽ അത് സാധാരണയായി പല്ല് വളരുന്നതിന്റെ ലക്ഷണങ്ങളെക്കാൾ ഗൗരവമുള്ളതായിരിക്കാം. ഇനി 3 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾ. ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ തുടർച്ചയായ വരണ്ട ചുമ, പകൽ സമയത്തെ ക്ഷീണം, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. സാധാരണയായി വളരെ ചുറുചുറുക്കുള്ള കുട്ടി പെട്ടെന്ന് നിശബ്ദനാവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ലോങ് കോവിഡിന്റെ മറ്റ് പ്രത്യാഘാതങ്ങൾ ഒന്ന് പരിശോധിക്കാം. പഠനം ലക്ഷണങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. ലോങ് കോവിഡിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഈ ഒരു പഠനം വെളിപ്പെടുത്തുന്നുണ്ട്. ലോങ് കോവിഡിന്റെ ലക്ഷണങ്ങൾ തുടരുന്ന കുട്ടികളിൽ മൊത്തത്തിലുള്ള ആരോഗ്യം മോശമാകാനും വളർച്ചാ കാലതാമസത്തിനും ജീവിത നിലവാരം കുറയാനും സാധ്യതയുണ്ട് എന്ന് പഠനം പറയുന്നു. ഗുരുതരമായ COVID-19 ബാധിച്ച കുട്ടികൾ, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം MIS-C എന്ന അവസ്ഥ വികസിച്ച കുട്ടികൾ, അമിതവണ്ണം, പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ എന്നിവർക്ക് ലോങ് കോവിഡ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. വാക്സിൻ എടുക്കാത്ത കുട്ടികളിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പഠനം പറയുന്നു. ഇനി പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ ലോങ് കോവിഡ് വരാൻ സാധ്യത കൂടുതലാണ് എന്നും പഠനം ചൂണ്ടിക്കാട്ടി. അടുത്തത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാതാപിതാക്കളും പരിചരിക്കുന്നവരും കുട്ടികളിലെ ലക്ഷണങ്ങൾ നിസ്സാരമായി കാണരുത്. കുട്ടിയുടെ സ്വഭാവത്തിലോ ആരോഗ്യത്തിലോ എന്തെങ്കിലും അസ്വാഭാവികത തോന്നുകയാണെങ്കിൽ ഒരു ശിശുരോഗ വിദഗ്ധനുമായി സംസാരിക്കുന്നത് പ്രധാനമാണ്. കോവിഡ് സാവധാനം അപ്രത്യക്ഷമായാലും പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞു കുട്ടികളിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കാനുള്ള വഴിയിൽ എപ്പോഴും ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ഇതിനു പുറമെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ആരോഗ്യ വിദഗ്ധർ പൗരന്മാരോട് സുരക്ഷാ മുൻകരുതലുകൾ ഗൗരവമായി പാലിക്കാൻ ശക്തമായി നിർദ്ദേശിക്കുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള N95 മാസ്കുകൾ ധരിക്കുന്നത് സുരക്ഷിതമായി തുടരാനുള്ള മികച്ച മാർഗങ്ങളിൽ ഒന്നാണ്. കൈകളുടെയും മറ്റും ശുചിത്വം പാലിക്കുകയും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള ചികിത്സ എടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക.